വാർത്തകൾ തുടരുന്നു. RSS പ്രാഥമിക ശിക്ഷാവർഗിന് 31-ാം തീയതി നിലമ്പൂർ NSS ഹൈസ്കൂളിൽ സമാപനമാകും. സമാപന ചടങ്ങുകളുടെ ഭാഗമായി 31-ാം തീയതി വൈകുന്നേരം 3:30-ന് നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും ആരംഭിക്കുന്ന പദസഞ്ചലനം വൈകുന്നേരം 5 മണിയോടെ NSS ഹൈസ്കൂളിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കാരക്കോട് ആശ്രമം മഠാധിപതിയും RSS സംസ്ഥാന ശാരീരിക പ്രമുഖുമായ ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ OK മോഹനൻ, P ബാലചന്ദ്രൻ, P സുരേഷ് എന്നിവർ സംസാരിക്കും. കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്റർ സ്ഥാപന ശില്പിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന KT മാനു മുസ്ലിയാരുടെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും നാളെ നടക്കും. 3ാം അനുസ്മരണ സമ്മേളനത്തിലും പ്രാർത്ഥനാ സദസ്സിലും പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കും. മതഭൌതിക വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തിനകത്തെ മികച്ച സ്ഥാപനമായി നജാത്തിനെ വളർത്തി വലുതാക്കിയ മഹാപണ്ഡിതന്റെ അനുസ്മരണത്തിനും പ്രാർത്ഥനാ സദസ്സിനും പ്രമുഖർ നേതൃത്വം നൽകും. രാവിലെ 10 മണിയോടെ ഖബർ സിയാറത്തോടെയാണ് അനുസ്മരണത്തിന് തുടക്കമാവുക. പിന്നീട് പ്രാർത്ഥനാ സദസ്സ്, അനുസ്മരണ സമ്മേളനം എന്നിവ നടക്കും. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, P കുഞ്ഞാണി മുസ്ലിയാർ, P സയ്യിദ് അലവി തുടങ്ങിയ പ്രമുഖർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള അനാഥ അഗതി സംരക്ഷണാലയങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഹയർ സെക്കൻഡറി മലയാളം മീഡിയം സ്കൂൾ, ശരീഅത്ത് കോളേജ്, ഹയർ സെക്കൻഡറി മദ്രസ, അറബി കോളേജ്, സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് എന്നിവ KT മാനു മുസ്ലിയാർ എന്ന പ്രമുഖ പണ്ഡിതനിലൂടെയാണ് നാടിന് ലഭിച്ചത്. ദാറുൻ നജാത്തിന്റെ 36ാം വാർഷികാഘോഷം ജനുവരി 12 മുതൽ 20 വരെ നടക്കും. മേഖലയിലെ കാറ്റുവീശലിൽ വീടിന് മുകളിൽ റബ്ബർ മരം വീണ് മേൽക്കൂര തകർന്നു. അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് പന്നിക്കുളം സ്വദേശി കാഞ്ഞിരംകാലായിൽ സാറാമയുടെ വീടിന് മുകളിലാണ് റബ്ബർ മരം വീണത്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയിരുന്നു. കാറ്റുകൾ ഭീകരാവസ്ഥയൊന്നും മേഖലയിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നും ഇടമുറിയാതെ അടിച്ച കാറ്റാണ് പ്രദേശത്തെ മരം വീഴ്ചയ്ക്ക് കാരണമായത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കാഞ്ഞിരംകാലായിൽ സാറാമയുടെ വീടിന്റെ പിറകുവശത്ത് മേൽക്കൂരയ്ക്ക് മുകളിൽ മരം വീണത്. സാറാമയും വൈകല്യമുള്ള തന്റെ മകൻ സണ്ണിയും ഈ സമയം വീടിനകത്തുണ്ടായിരുന്നു. മകൻ സണ്ണിയുടെ റൂമിന് മുകളിലാണ് മരം വീണത്. മകൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും സാറാമ പറയുന്നു. 40 സെന്റ് സ്ഥലത്ത് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ കൊണ്ട് മാത്രം കുടുംബം കഴിഞ്ഞു പോകുന്നതെന്നും അധികൃതർ ആശ്വാസധനം എത്തിക്കണമെന്നുമാണ് സാറാമയുടെ ആവശ്യം. UDF ഭരിക്കുന്ന കരുളായി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ഇടതുപക്ഷത്തിന് ലഭിച്ചു. ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അംഗം E വസന്തകുമാരിയെയാണ് എതിരില്ലാതെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ പൂഴിക്കുത്തിനെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മാറ്റിയതിനെ തുടർന്ന് ഒഴിവു വന്ന സ്ഥാനത്തേക്കാണ് മത്സരം നടന്നത്. പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന അലി അക്ബർ ആരോപണ വിധേയനായതിന്റെ ഫലമായി സ്ഥാനം രാജിവെച്ചൊഴിയുകയും ആ സ്ഥാനത്തേക്ക് ഭരണസമിതിയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷീബ പൂഴിക്കുത്ത് തൽസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തത് മൂലമാണ് ഈ ചെയർപേഴ്സൺ സ്ഥാനം പ്രതിപക്ഷാംഗത്തിന് ലഭിക്കാനിടയായത്. ഇനി മുതൽ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഞങ്ങൾ 3 ലഭിച്ചിരിക്കുന്നത്. പ്രസിഡന്റ്, ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഞങ്ങളും അവരോടൊപ്പം നല്ല രീതിയിൽ ഈ കരുളായി ഗ്രാമപഞ്ചായത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ ഇനി ഈ സ്ഥാനങ്ങൾ ഒക്കെ ഉണ്ട്, ഞങ്ങളൊരു വെറും റബ്ബർ സ്റ്റാമ്പ് പോലെ ഈ പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാവുകയില്ല. അത് ഞങ്ങൾ ഉറപ്പു തരികയാണ്. ഭരണസമിതിയിൽ ഈ സ്ഥാനത്തേക്ക് 2 പുരുഷ മെമ്പർമാർ ഉള്ള അവസ്ഥയിലാണ് അവരുടെ പാർട്ടിക്കുള്ളിലെ ഭിന്നാഭിപ്രായം കാരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം വഹിക്കാൻ കഴിയാതെ പോയത്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കരനെൽകൃഷി വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. പുൽവെട്ട പണത്തിമ്മൽ കൃഷിയിടത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ ഉദ്ഘാടനം ചെയ്തു. കർഷകനായ VP ഖാലിദ് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കരനെൽ കൃഷി ചെയ്തത്. 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് കരനെൽ കൃഷി നടത്തുവാൻ കൃഷി വകുപ്പിൽ നിന്നും 3000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്.
തരിശുഭൂമിയിൽ പൊന്നു വിളയിക്കുക എന്നതിനപ്പുറം നെൽകൃഷിയെ ജനങ്ങൾക്ക് കാണിച്ചു നൽകുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് കർഷകൻ പറഞ്ഞു. നെൽകൃഷി ഇപ്പോൾ കണ്ട തെറ്റില്ല, നല്ല രീതിയിൽ കൂടി തന്നെ പോകണത്. പക്ഷെ ഇത് ഞാനൊരു മാതൃകയായിട്ടാണ് ഇപ്പോൾ ഈ നെല്ല് കൃഷി ഉണ്ടാക്കുന്നത്. കാരണം പഴയ തലമുറ ഇത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെറു തലമുറക്ക് ഇത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പം ഞാൻ ചെയ്തത്. ഇത് ഉണ്ടായോ ഉണ്ടായില്ല എന്നുള്ളത് ഒരു പഠനം കൂടിയാണ്. ഇന്നത്തെ തലമുറ ഈ ജൈവ കൃഷിയിലേക്ക് ഇറങ്ങി വരണം. വാർഡ് മെമ്പർ എ ഖാലിദ്, കൃഷി ഓഫീസർ കെ വിജയകുമാർ, ഒ പി ഇബ്രാഹിം, ഒ പി വാപ്പുട്ടി, കൃഷ്ണൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഒരിടവേള കൂടി.